ദലിത് രാഷ്ട്രീയം എന്ന് ഇന്ന് നമ്മൾ പറയുന്ന അധകൃത വർഗത്തിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ ആളാണ് ശ്രീ അയോധ്യദാസ പണ്ഡിതൻ. അദ്ദേഹത്തെപ്പറ്റി തമിഴിൽ ഒരുപാട് എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അയോധ്യദാസ പണ്ഡിതനാണ് ദ്രാവിഡൻ എന്നുള്ള വാക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പത്രത്തിൻ്റെ പേരാണ് ദ്രാവിഡൻ. അദ്ദേഹം ഈ ഐഡിയ കോൾഡ്വെൽ നിന്നാണ് എടുക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ജനത മുഴുവൻ ദ്രാവിഡരാണ്, അതിൽ ദലിത് ജനതയാണ് ആദി ദ്രാവിഡർ എന്ന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സമർത്ഥിക്കുന്നു. അദ്ദേഹം അതിന് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിനെതിരായി ഉണ്ടായിരുന്നത് ജസ്റ്റിസ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ ദലിതരുടെ 2 ആദ്യകാല പ്രധാനപ്പെട്ട പണിമുടക്കുകൾ ശക്തമായി നേരിടുകയും അവരെ നഗരത്തിൽ നിന്ന് അടിച്ചോൽപ്പിക്കുകയും ചെയ്യുന്ന പണിയായിരുന്നു ജസ്റ്റിസ് പാർട്ടി ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും പുളിയന്തോപ്പ് കലവരം എന്ന് ഞങ്ങൾ പറയും, പുളിയന്തോപ്പ് ലഹള. പുളിയന്തോപ്പ് എന്നൊരു ഭാഗത്ത് ഒരുപാട് ദലിതർ ജീവിച്ചിരുന്നു, അവരെല്ലാം അടിച്ചോൽപ്പിക്കുകയുണ്ടായിരുന്നു. ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയണം. 1850, 60, 70 തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പഞ്ചം, ദ ഗ്രേറ്റ് ഡെക്കാൻ ഫാമൈൻ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം 40,000 മൃതശരീരങ്ങളാണ് ചെന്നൈയിൽ സംസ്കരിക്കപ്പെട്ടിരുന്നത്, പഞ്ചത്തിൽ ചത്ത ആളുകൾ. തമിഴകം മുഴുവനും കൃഷി നിന്നുപോയതുകൊണ്ട് ദലിത് ജനത മുഴുവൻ അന്നം തേടി ചെന്നൈയിലേക്ക് വരികയുണ്ടായി. അങ്ങനെയാണ് ദലിത് ജനതയായിരുന്നു ചെന്നൈയുടെ പോപ്പുലേഷനിൽ നേര് പകുതി. അവരിൽ നല്ലൊരു ഭാഗം ജസ്റ്റിസ് പാർട്ടിയുടെ സഹായത്തോട് അടിച്ച് പുറത്തേക്ക് തള്ളുകയാണുണ്ടായത്. ഇന്നും ചെന്നൈയുടെ പോപ്പുലേഷനിൽ 1/3 ദലിത് ജനതയാണ്. അന്ന് ആ പഞ്ചകാലത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അന്ന് പോർട്ട് ഉണ്ടാക്കുക, കട്ടിടങ്ങൾ കെട്ടുക, ബക്കിംഗ് കനാൽ വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ദലിത് ജനതയാണ് ചെയ്തിരുന്നത്. ഇതിൻ്റെ പിന്നിൽ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. വെള്ളൈ യാനൈ എന്നാണ് തമിഴിലെ പേര്, ഇംഗ്ലീഷിൽ വൈറ്റ് എലിഫൻറ്റ് എന്ന പേരിൽ വന്നിട്ടുണ്ട്. അമേരിക്കൻ എഡിഷനും വന്നിട്ടുണ്ട്. ഈ ചുറ്റുപാടിലാണ് നിങ്ങൾ ദലിത് പ്രസ്ഥാനത്തിനൊക്കെ നോക്കിക്കാണേണ്ടത്. പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉണ്ടായി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി വന്ന ഒരാളാണ് EV രാമസ്വാമി. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉള്ളിലെ വരദരാജുലു നായിഡു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അനുയായിയായിരുന്നു. 1925 സമയത്തല്ല, അദ്ദേഹം വരദരാജു നായിഡുവിൻ്റെ അനുയായിയായിരുന്നു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടായി. ഒരു റീജിയണൽ കോൺഗ്രസ് പാർട്ടി അവരുടെ എല്ലാ നടപടികളും റീജിയണൽ ലാംഗ്വേജിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ഗാന്ധിയുടെ നേതൃത്വം ഒരു നോട്ടീസ് അയക്കുന്നു. അതുവരയ്ക്കും കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ റീജിയണൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരണം എന്നായി. അപ്പോൾ ഏത് ലാംഗ്വേജിൽ കൊണ്ടുവരും? തമിഴിലാണോ, തെലുങ്കിലാണോ, അല്ലെങ്കിൽ മലയാളത്തിലാണോ? പഴയ മദ്രാസ് പ്രസിഡൻസി മുഴുവൻ മലബാറും തമിഴകത്തിലെ 3/4 ഭാഗവും വിശാഖപട്ടണം വരയ്ക്കുമുള്ള തെലുങ്ക് രാജ്യവും ചേർന്നാണ് പഴയ മദ്രാസ് പ്രസിഡൻസി. അപ്പോൾ തെലുങ്കാണോ തമിഴാണോ എന്നൊരു പ്രശ്നമുണ്ടായി. തമിഴ്നാട് ജനതയിൽ ഇന്നും തമിഴ്നാട് പോപ്പുലേഷൻ ഏതാണ്ട് 30%-ത്തിലധികം തെലുങ്ക് സംസാരിക്കുന്ന ജനതയാണ്. രണ്ടാമത്, തമിഴ്നാട്ടിൻ്റെ നിലങ്ങളിൽ, മണ്ണിൽ പകുതിയിലധികവും തെലുങ്ക് സംസാരിക്കുന്ന ജനതയിലാണ്. കാരണം 220 കൊല്ലം തമിഴകം ഭരിച്ചിരുന്നത് തെലുങ്ക് രാജാക്കന്മാരാണ്. ബ്രിട്ടീഷുകാർ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണം തെലുങ്കരുടെ കയ്യിലാണ്. നാട്ടുരാജാക്കന്മാരിൽ 7 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തെലുങ്ക് ആളുകളാണ്. അപ്പോൾ തെലുങ്ക് തമിഴ് എന്നൊരു സ്ട്രഗിൾ ഉണ്ടായി. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടായി. വരദരാജ നായിഡു പുറത്തേക്ക് പോയി, ഒപ്പം EV രാമസ്വാമിയും പുറത്തേക്ക് പോയി. EV രാമസ്വാമി ജസ്റ്റിസ് പാർട്ടിയിലേക്ക് പോയി ചേരി. ജസ്റ്റിസ് പാർട്ടിയെ ദ്രാവിഡ കഴകം എന്ന പേരിൽ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഘടകം ഉണ്ടാക്കി. അങ്ങനെയാണ് EV രാമസ്വാമി അവരുടെ രാഷ്ട്രീയം തുടങ്ങുന്നത്. ദ്രാവിഡർ എന്നുള്ള വാക്ക് അയോധ്യദാസിൽ നിന്ന് എടുക്കുകയും ജസ്റ്റിസ് പാർട്ടിയിലെ അനുയായികളെ ഒപ്പം ചേർക്കുകയും കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിച്ച് വന്ന തെലുങ്ക് ജനതയെ ഉടൻ ചേർക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അത് പരിപൂർണമായും
തുടക്കത്തിൽ ഒരു തെലുങ്ക് രാഷ്ട്രീയവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ക്രമേണ അത് ഒരു MPC രാഷ്ട്രീയമാണ്. മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ രാഷ്ട്രീയമാണ്. ഇതിൽ വളച്ചു കെട്ടൊന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. എന്തുണ്ടോ അത് പറയുന്നതാണ്. ഇത് ചരിത്രമാണ്.